നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മോൾക്ക് ഇനി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രശ്നമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ നാളെ പറയണമെന്നില്ല, ഇന്ന് വേണേലും പറയാം. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞു? പോടാവിടെ നടത്തണോടാ. കല്യാണം പള്ളി വെച്ച് നടത്താമെന്ന് ചോദിച്ചു. നമുക്കെന്താ, ചിലരെ കല്യാണം കടലിൽ വെച്ച് നടത്തുന്നു, ചിലർ ആകാശത്ത് വെച്ച് നടത്തുന്നു. ഇതേതായാലും ചർച്ചയിലല്ലോ. ഓക്കെ പറഞ്ഞു. കാർത്തികേ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇന്നലെ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എന്ത് മറുപടി പറയുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മ എന്താ ചെയ്തെന്നറിയോ? എന്റെ മുഖത്തേക്ക് ഒറ്റ നോക്കിയിട്ട് നെറ്റിയിൽ എനിക്ക് ഉമ്മ തന്നടാ. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ ദിവസം എനിക്ക് ഉമ്മ തന്നാ വിടാറ്. ഇത്ര കാലത്തിന് ശേഷം ഉമ്മ തന്നപ്പോൾ എനിക്ക് സന്തോഷമായിടാ. ചെറുപ്പത്തിൽ ഭർത്താവിന് വേർപ്പെട്ടതുകൊണ്ട് അമ്മയ്ക്ക് ഷീല ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് സോ ടച്ചിങ്. ശരി, കല്യാണം എപ്പോഴാ? ഏയ് പറയൂ വിജയ്. അല്ലടാ, കല്യാണം ഉടനെ നടത്താം. ഞാനത് കുറച്ച് നീട്ടിവെക്കാൻ പറഞ്ഞത്. എന്തിന്? നിന്റെ കാര്യമെല്ലാം ശരിയാവട്ടതിന് ശേഷം മതി. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാം വിജയ്. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. എന്റെ വേദന ജീവിതം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലടാ. അത് മാത്രമല്ല, ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നടത്താം. വേണ്ട കാർത്തി. വിജയ് പ്ലീസ്. ശരി. എന്താ പറയുന്നത്? നിങ്ങൾ എന്നോട് കല്യാണം പ്രപ്പോസ് ചെയ്ത കാര്യ പറയുന്നത്. ഓ, അതാണോ? ഞാൻ ഓർക്കുമ്പോ എനിക്കും അതിശയം തോന്നുക. യോണോ, ഒരൊറ്റ ദിവസം കൊണ്ട് 1 ഡേ മാച്ച് മാതിരി റിസൾട്ട് വന്നു. നാട്ടിൽ ഓരോരുത്തരും ഇതിനു വേണ്ടി നാട്, വീട്, ഭാഷ എല്ലാം മാറ്റി കാത്തിരിക്ക. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? അതെ അതെ, വളരെ നല്ല പെണ്ണാ. ലൈസൻസ് ചോദിച്ച ഇവള് ചൂടാവും. ഞാനോ? താങ്ക് യു. എന്നാ അർച്ചനെ, കാർത്തിക് എന്നേക്ക വളരെ നല്ലവനാ. അല്ല അർച്ചന, നിന്റെ ഫ്രണ്ടിനൊരു ജീവിതം കിട്ടിയപ്പോൾ നീ ഒരുപാട് സന്തോഷിക്കും. അതുപോലെ എന്റെ ഫ്രണ്ടിനും ഒരു നല്ല ജീവിതം കിട്ടിയാൽ ഞാനും സന്തോഷിക്കല്ലേ? യുനോ, നമുക്കെല്ലാവർക്കും സന്തോഷാവില്ലേ? ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാ, വർക്കൗട്ട് ആയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? അർച്ചനയും കാർത്തിക്കും കല്യാണം കഴിക്കാൻ പോകുന്നു. അതെ, കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നടത്തുകയും ചെയ്യും. അതെ. എന്നാ രണ്ടുപേരും തമ്മിൽ വഴക്ക, മിണ്ടുന്നുമില്ല. അതെ. അല്ല, മുത്തശ്ശി കുടിച്ചിട്ടുണ്ടോ? കളിയാക്ക? പിന്നെ അർച്ചനയുടെ കല്യാണത്തിന് ഞാൻ ചെറുക്കനെ നോക്കില്ലേ? ആര്, നീയോ? ഇതിനു മുമ്പ് ഒരു ചെറുക്കനെ കണ്ടില്ലേ? അവളുടെ അമ്മയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അർച്ചന എങ്ങാനും കണ്ടിരുന്നെങ്കിലേ അവനെ ഓടിച്ചിട്ട് അടിച്ചേനെ. എന്ന് വെച്ചാ കാർത്തികനെ കെട്ടണമെന്നാ പറയുന്നത്? എന്താ അവൻ എന്താണ് ഒരു കുറവ്? അവനൊരു കുടിയനെ, നിനക്കറിയോ? ആരാ കുടിയൻ? എന്നോ ഒരു ദിവസം മിണ്ടാതിരിക്കെ. എടാ, നീയും കുടിക്കാറില്ലേ? ജയറാമിന്റെ കല്യാണത്തിനെ സാമ്പാർ കാലത്തിൽ മൂക്കും കുത്തി വീണില്ലേ? ഇതെപ്പോഴാ? അത് നിനക്കറിയില്ലേ? നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ചെന്ന് വീണിരിക്കുന്ന സാമ്പാർ കലത്തിനകത്തേക്ക്. എന്റെ വിധി. മതി ജാനു, മതി. ഇപ്പൊ രണ്ടുപേർക്കും എന്താ വേണ്ടേ? എടാ ചെറുക്ക, ഈ കല്യാണം നടത്തി തരാൻ ഞാൻ നിന്നോട് പറയുന്നില്ല. അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്ക് കയറി മുടക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചു കൊല്ലും.
ഈ ലോക്കറ്റ് കൊണ്ടുപോയി ആ ചേച്ചി കൊടുക്ക. ഓക്കെ അങ്കിൾ. ആന്റി, ആന്റി, ദാ അങ്കിൾ കൊടുക്കാൻ പറഞ്ഞു. വേണ്ട. നിന്റെ അമ്മ എവിടെ? നീ സ്കൂൾ ബാബു, എൻ്റെ കൂടെ നിനക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? എന്താ കാര്യം സാർ? എൻ്റെ മകന് ആക്സിഡൻ്റായി. ഇപ്പോഴാ ഫോൺ വന്നത്. അവൻ എപ്പോഴും ഹെൽമെറ്റ് വെക്കാറുണ്ട്. ഇന്നെന്തോ അവനത് മറന്നുപോയി. തടിയും കൊണ്ടുപോയൊരു ലോറി അവനെ ഇടിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഈ കാര്യം അറിയില്ല. അവൾക്കിത് സഹിക്കാനാവില്ല. ബ്രില്യൻ ബോയ്. IIT എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് പുസ്തകം മേടിക്കാൻ പോയതായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഈ രാത്രിയിൽ എന്തിനാ പോകുന്നത്, രാവിലെ പോയി മേടിച്ചാ പോരെന്ന്. അതല്ല അച്ഛാ, ഈ എക്സാം എനിക്ക് നല്ലവണ്ണം എഴുതണമെന്ന്, നല്ല മാർക്ക് വാങ്ങിക്കണം, റാങ്ക് വാങ്ങിക്കണമെന്ന്, വലിയ ആളാവണമെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. എന്റെ ഇഞ്ചുറിയാണെന്ന് അറിഞ്ഞത്. ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും ഇല്ലെന്ന്. നീ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുമോ ബാബു, പ്ലീസ്? തന്റെ മകൻ ആക്സിഡന്റ് ആയി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോയടോ ബാബു. എന്റെ മോൻ മരിച്ചത് 1984 വർഷം. 25 വർഷം കഴിഞ്ഞു പോടോ. ഇപ്പൊ ലോകം 2009. നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി മരിച്ചു, ഇന്ദിരാഗാന്ധി മരിച്ചു, നിങ്ങളുടെ മോനും മരിച്ചുപോയി. തനിക്കൊന്നും അറിയില്ല, വിദ്യാഭ്യാസമില്ലേ? നിങ്ങൾ പറഞ്ഞ അസുഖദീനം കമ്പ്യൂട്ടറും എല്ലാം പഴയതായി. നോക്ക്, അങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ഭാര്യ എന്തിനാ കരയുന്നറിയോ? ചത്തുപോയ നിങ്ങളുടെ മോനെ ഓർത്തിട്ടല്ല, തന്നെ ഓർത്താ. താൻ ഇങ്ങനെയായി പോയില്ലെന്ന് ഓർത്തിട്ടാ കരയുന്നത്. എന്താ ബാബു ഇത്? നിങ്ങളുടെ ബാബു മരിച്ചുപോയി, അത് ആദ്യം മനസ്സിലാക്ക്. ഇനി വേണം നിങ്ങളുടെ മോൻ ഞാനാണെന്ന് വിചാരിച്ചു. മനസ്സ് തുറന്ന് കരയും, ഒന്ന് കരയും. കരയണോ? കരയും, ഒന്ന് കരയണോ? കരയാൻ, കരയണോ? കരയാൻ, മനസ്സ് തുറന്ന് കരയും. ഐ എം സോറി. എന്തിനാ സർ? നടന്നതിനെല്ലാം. ചില കാര്യങ്ങൾ ചിലർക്ക് താമസിച്ചേ മനസ്സിലാവൂ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അർച്ചനയ്ക്കും മനസ്സിലാകും.
അതേ മോനെ, നടന്നതെല്ലാം പോട്ടെ മോനെ. മണവാളിന് അങ്ങനെ പോകാതെ അവിടെ നിന്നേ. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. സർ, കല്യാണത്തിന് ശേഷം വിജയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഓ എക്സലന്റ്, യു ആർ മോസ്റ്റ് വെൽക്കം. കല്യാണത്തിന് വിളിക്കില്ലേ? ആദ്യത്തെ കുറി സാറിന് തന്നെയാ. ഓക്കെ ഓക്കെ. ഏയ് വാ വാ വാ. എന്താ ഇത്ര പെട്ടെന്ന്? എന്താ ഈ നോക്കുന്നേ? എന്താ ഇത്? ഇതൊക്കെ എന്താ? ഗിഫ്റ്റോ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ തരുന്നേ? കല്യാണത്തിന് വരുമ്പോ പോരെ? ഏയ്, എന്തു പറ്റി നിനക്ക്? കല്യാണത്തിന് വരില്ലെന്നോ? എന്താ? കല്യാണം പറഞ്ഞ എല്ലാരും വരും. കാർത്തിക് വരുന്നുണ്ടല്ലേ? നീ എന്താ പറയുന്നത്? കാർത്തിക് നിന്നെ എന്ത് ചെയ്യുന്ന? നീയല്ലേ ഇത് ഇവിടെ വരെ എത്തിച്ചത്? എന്തുകൊണ്ട് കാണാൻ വയ്യ? എന്ന് മനസ്സിലാക്കിക്കോ. നിനക്ക് 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് എന്റെ കല്യാണത്തിന് വരില്ലേ? ഇന്നാ ഇത് നീ തന്നെ വെച്ചോ. തരണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വരുമ്പോ തന്നാ മതി. ഇത് കേട്ടോ, നീ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. എന്താ നിന്റെ ഇഷ്ടത്തിന് പോവാ? അത്രേ ഉള്ളൂ? കല്യാണത്തിന് വരുവോ അതോ ഇല്ലയോ? എന്റെ കയ്യിലിരുന്ന ഇത് വയലിനല്ല, വെറും സോപ്പാ. ഷീലയുടെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ? ഞാൻ വരുന്നോടല്ലേ? അന്ന് നീ എങ്ങനെ പറഞ്ഞതിന് ശേഷം നിന്റെ കൺമുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ? എന്നെ കണ്ടാ നീ വേദനിക്കുന്നെന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു. എന്നാ നീ എന്നെ ഒരു തെരുവ് പട്ടിയെ പോലെ കണ്ടില്ലേ? എന്നെ പേടിച്ച് നീ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ വെറുതെ. നീ പേടിക്കുന്നത് നിന്നെ തന്നെയാ. എന്നാ നീ പേടിയില്ലാത്ത പോലെ അഭിനയിക്കുക, അതല്ലേ ശരി? നിന്നോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, നിനക്ക് മാത്രം അതറിയില്ല. ജീവന് വേണ്ടി യാചിക്കുന്നവർ എത്ര പേര് ഈ നാട്ടിലുണ്ടെന്ന് അറിയോ? എന്നാ ജീവിതം വലിച്ചെറിയുന്നവൾ ഇവിടെ നീ മാത്രം. മനസ്സും ഇങ്ങനെ ഊമയാക്കി എങ്ങനെ അഭിനയിക്കാനാവും നിനക്ക്? സോറി, അവസാനമായിട്ട് ഞാൻ പറയാ, ഞാൻ കാരണം ഒരു പ്രശ്നവും നിനക്കുണ്ടാവില്ല. നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ കല്യാണത്തിന് വാ. ഇത്രയും പറഞ്ഞിട്ട് നീ കല്യാണത്തിന് വരാതിരുന്ന
ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിന്റെ ഈ കണ്ണുകളിലുണ്ട്. എന്തിനാ മറയ്ക്കുന്നത്? ജീവിച്ചൂടെ നിനക്ക്? നീ ഒരിക്കലും തോക്കില്ല. നീ എന്തിനാ അർച്ചനെ പേടിക്കുന്നത്? നിനക്കൊരു കുട്ടി ഉണ്ടായ അതും നിന്നെ പോലെ ആവുമെന്ന് കരുതി. അതല്ലേ ശരി? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ച നിന്റെ അച്ഛനെ പോലെ ഞാൻ ഓടിയൊന്നും പോവില്ല. എന്റെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കും. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താലേ ശരിയാവും. നീ എടുക്കുന്ന ഈ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്താൻ പിന്നീട് അവസരം ഉണ്ടായെന്ന് വരില്ല. സംഗീതത്തെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചു, അതിലും അധികം നിന്റെ ഈ മൗനത്തെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ നീ എന്നെ കരയിക്കുന്നത്.